അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം തുടരുകയാണ്. വെടിവെപ്പുണ്ടായി. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഫയറിംഗ് പരിശീലനം നടത്തി. ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക യോഗങ്ങൾ? മാത്രമല്ല, അതിർത്തിയിലെ ഏറ്റവും പുതിയ സംഘർഷങ്ങൾ എന്തൊക്കെ? അജിംഷാദ്, പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരർക്കുള്ള തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ അതിർത്തി മേഖലകളിൽ ഇന്ന് പുലർച്ചെയും ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും വെടിവെപ്പുണ്ടായി. പ്രകോപനമില്ലാതെയാണ് വെടിവെച്ചത് എന്നുള്ള കാര്യമാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കർശനമായിട്ടുള്ള തിരിച്ചടി നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സേനയും കൈക്കൊണ്ടിട്ടുള്ളതെന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും ഇത്തരത്തിൽ കുപ്വാര, അതോടൊപ്പം അഗ്നൂർ, കത്വ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ നേരത്തെയും ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം മറ്റു നാവികസേന അടക്കമുള്ള സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് അനുവാദവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു പ്രകോപനം വീണ്ടും തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ വിവിധ മേഖലകളിൽ ഭീകരർക്കായുള്ള, പ്രത്യേകിച്ചും ഈ ഹാഷിം മൂസ അടക്കമുള്ള ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. മേഖലകളിലൊക്കെ തന്നെയും സൈന്യത്തിൻ്റെ വിന്യാസവും അധികരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ NIAയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഗുജറാത്ത് തീരത്തൊക്കെ തന്നെയും ഇരു സേനകളുടെയും, നേവി സേനകളുടെയും ഭാഗത്ത് നിന്നും മിസൈൽ പരീക്ഷണം അടക്കം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെയും അതോടൊപ്പം ഇന്ത്യയുടെയും മിസൈലുകൾ പരസ്പരം ഇരു സേനകളും പരസ്പരം വിക്ഷേപിച്ചുകൊണ്ടുള്ള പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുജറാത്ത് തീരത്ത് നടക്കുന്ന ഈ പരിശീലനം ശനിയാഴ്ച വരെ, ഇന്ത്യൻ സൈന്യത്തിൻ്റേത് ശനിയാഴ്ച വരെയും അതോടൊപ്പം പാകിസ്ഥാൻ്റേത് വെള്ളിയാഴ്ച, അതായത് നാളെ വരെയും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള മിസൈലുകളാണ് ഇപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘദൂരത്തിൽ സഞ്ചരിക്കാവുന്ന, അതോടൊപ്പം കൃത്യമായിട്ട് ഇടത്ത് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള മിസൈലുകളാണ് ഇപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1500 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇന്ത്യ ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു യുദ്ധാന്തരീക്ഷം വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് നേരിടാൻ നേവി സേനയും സജ്ജമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം ഈ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇന്ന് 11 മണിയോട് കൂടിയാണ് അത്തരത്തിലൊരു പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, N കോട്ടീശ്വർ തുടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ പെഹൽഗാമിലെ വിവിധ പ്രദേശങ്ങൾ, അതോടൊപ്പം ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാരികൾക്കടക്കം സുരക്ഷ ഏർപ്പെടുത്തുക, അതോടൊപ്പം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു ജുഡീഷ്യറി അന്വേഷണം ഏർപ്പെടുത്തുക, അത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഈ പൊതു താൽപ്പര്യ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ കോടതിയുടെ ഒരു ഇടപെടലും നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും NIAയുടെ മറ്റു രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ഒക്കെ തന്നെയും അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഹർജി കോടതി പരിഗണിക്കുക. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ സുപ്രീം കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാവുകയാണ്. നിലവിൽ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനപരമായിട്ടുള്ള സമീപനം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാ, തീർച്ചയായും റഷീദ്, അതായത് യുദ്ധമാസന്നമായൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണമാണ്. അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാകുന്ന അന്വേഷണം തന്നെയാണ് ഇതുവരെയും ഇന്ത്യയുടെ പക്കലുള്ളത്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് എത്രത്തോളം സംസ്ഥാപിക്കാൻ നമുക്കായിട്ടുണ്ട് എന്നുള്ളതുണ്ട്. കാരണം ഈ അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാനെയും ഇന്ത്യയും ഒരേ തട്ടിൽ കണ്ടാണ് പ്രശ്നപരിഹാരം എന്ന രീതിയിൽ പറയുന്നത്. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു മെറിറ്റുണ്ട്, ഇന്ത്യയുടെ പക്കലുള്ള ഒരു എഡ്ജുണ്ട്, ഭീകരവാദത്തിനെതിരായി പോരാടേണ്ട അനിവാര്യതയുണ്ട്. ഇതൊരു പക്ഷേ ലോകക്രമത്തെ ബോധ്യമാക്കാൻ മോദിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്ലോമസിക്ക് ആയിട്ടുണ്ടോ റഷീദ്? ഈ യുദ്ധമാസന്നമായൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രതിരോധവും
പ്രകോപനവും സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടി? അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. പ്രധാനമായും വിവിധ രാജ്യങ്ങളോടക്കമുള്ള നയതന്ത്ര വിദഗ്ധരുമായൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയോടും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്ക, അതോടൊപ്പം ഈജിപ്ത്, കുവൈത്ത്, അതോടൊപ്പം ഈ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളുമായൊക്കെ തന്നെയും നയതന്ത്രപരമായ ചർച്ചകൾ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെയും നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളൊക്കെ തന്നെയും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെയും ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും സമാധാന അന്തരീക്ഷത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ അമേരിക്ക ഈ പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കും എന്നുള്ളൊരു വാഗ്ദാനവും നൽകിയതായി ഇപ്പോൾ എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നയതന്ത്രപരമായി വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നൽകും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന് പറ്റിയിരുന്നു. അതിൽ വലിയ വിമർശനവും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ ഇനിയും ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ കർശനമായിട്ട് തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെയും തീരുമാനം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ നേരത്തെയും പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചടിക്കാൻ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം വിവിധ സേനാംഗങ്ങൾക്കും അതോടൊപ്പം മേധാവികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രകോപനപരമായിട്ടുള്ള സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടിയായിരിക്കും ഇന്ത്യ കൊണ്ടുവരിക എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നയതന്ത്രപരമായിട്ടുള്ള വിവിധ ചർച്ചകളിലേക്കും കേന്ദ്ര സർക്കാരും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും സൂചിപ്പിച്ചിട്ടുള്ളത്. ജിംഷാദ്, തീർച്ചയായും റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയും സുപ്രീം കോടതിയിൽ ഇന്നെത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് റഷീദ് നൽകിയത്.